എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യത്യസ്ത സ്വഭാവക്കാരായ ചില മനുഷ്യരെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതിൽ 2 കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഓർപ്പിക്കുകയുണ്ടായി. സംശയിക്കുന്ന മനുഷ്യൻ, ഇരുമനസ്സുള്ള മനുഷ്യൻ. ഇരുമനസ്സുള്ള മനുഷ്യനാണല്ലോ സംശയം ഉണ്ടാകുന്നത്. ഇരുമനസ്സ് നമ്മെ സംശയത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ സംശയം നമ്മെ ഇരുമനസ്സിലേക്ക് നയിക്കും. ഇത് വരാതിരിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം. ഇന്ന് നാം വായിച്ച ഭാഗം യാക്കോബിന്റെ ലേഖനം 1:12. കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. 3-ാമത് യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന മനുഷ്യൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. പരീക്ഷ നമുക്കുണ്ട്, അത് സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പലർക്കും പരീക്ഷയെ നേരിടാൻ ബുദ്ധിമുട്ടുണ്ട്. എബ്രായ ബാലന്മാരെ കുറിച്ച് നമ്മൾ വളരെ കേൾക്കുന്നു, വളരെ പറഞ്ഞിട്ടുണ്ട്, കേൾക്കുന്നവരും. ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും വലിയൊരു പരീക്ഷയാണ് നേരിടുന്നത്. ജീവിതത്തിൽ അവർക്ക് അന്നുവരെ ഇങ്ങനെയുള്ളൊരു പരീക്ഷ നേരിട്ടിട്ടില്ല, പിന്നെ ഉണ്ടാകുമോ എന്നറിയുമില്ല. എന്നാൽ ആദ്യമായി നേരിടുന്ന ഈ വലിയ കഠിനമായ ഒരു പരീക്ഷ, തീച്ചൂളയുടെ മുമ്പിൽ നിൽക്കുക. തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. കൊണ്ടുപോയവരെ പോലും തീ ദഹിപ്പിക്കത്തക്കവണ്ണം അവന്റെ ചൂട് അത്ര വലുതായിരുന്നു. അങ്ങനെ നേരിടുന്ന ഈ പരീക്ഷയിൽ എങ്ങനെ തരണം ചെയ്യും? ആർക്ക് തരണം ചെയ്യാൻ കഴിയും? നമ്മള് പാട്ടൊക്കെ പലപ്പോഴും പാടി ആസ്വദിക്കാറുണ്ട്, അല്ലെങ്കിൽ സന്തോഷിക്കാറുണ്ട്, പ്രത്യാശിക്കാറുണ്ട്, ആശ്വാസം പകരുന്നുണ്ട്. അതിൽ നമ്മൾ പാടുന്ന ഒരു പാട്ടിന്റെ അടികളുണ്ട്. ആ പാട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ചേർത്താണ് ആ പാട്ടുകാരൻ ആ പാട്ട് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തൊക്കെ ആയിരിക്കാം. തീച്ചൂള, സിംഹക്കുഴി, പൊട്ടക്കിണർ, മരുഭൂമി, ജയിലറ, ഈർച്ചവാളോ, മരണമോ വന്നിടട്ടെ. അപ്പൊ എന്തോരു കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീച്ചൂളയാകട്ടെ, സിംഹക്കുഴിയാകട്ടെ, പൊട്ടക്കിണറാകട്ടെ, മരുഭൂമിയാകട്ടെ, ജയിലറയാകട്ടെ, ഈർച്ചവാളാകട്ടെ. ബ്ലേഡ് കാണിച്ചാൽ ഓടുന്ന നമ്മൾ ഈർച്ചവാള് മുമ്പിൽ നിൽക്കുമെന്നൊക്കെ പറഞ്ഞാൽ പാടുന്നതിന് സുഖമാണ്. പൊട്ടും താളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാടാൻ കഴിയും, പക്ഷേ നമുക്ക് നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണല്ലോ. അപ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ പരീക്ഷ എങ്ങനെ നേരിടണമെന്നുള്ളതാണ് വിഷയം. എങ്ങനെ നേരിടാൻ കഴിയും? എന്നാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവം തരുന്ന കൃപയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ മാനുഷിക ചിന്തകൾ കൊണ്ടും നമുക്ക് നേരിടാൻ സാധ്യമല്ല. എബ്രായന്മാര് പറഞ്ഞു, ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും. അവർ ജീവിതത്തിൽ ആദ്യമായി നേരിടുന്ന പരീക്ഷയാണ്, പക്ഷേ അവരതിനെ ജയിച്ചു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അബ്രാഹാമിനെ ദൈവം പരീക്ഷിച്ചില്ലേ? കഴിഞ്ഞ ദിവസം ഞാനത് ഓർപ്പിക്കുകയുണ്ടായി. പലരും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ നേരിടുമ്പോൾ പരിഹാരം ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പരീക്ഷ നേരിടുമ്പോൾ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പൗലോസിനോട് ദൈവം പറഞ്ഞല്ലോ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്നു. ഒരിക്കൽ ദാവീദ് പറഞ്ഞല്ലോ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. മതിലവിടെ ഉണ്ട്, പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, ഭാരങ്ങൾ അവിടെ ഉണ്ട്. ഇനി മതിൽ മാറാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്,
എന്റെ ദൈവത്തിന്റെ കൃപയാൽ അതിനെ ചാടിക്കടക്കാനുള്ള കൃപയ്ക്കാണ്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന മതിൽ പോലെ നിൽക്കുന്ന വിഷയങ്ങളാകട്ടെ, അത് മാറാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അതിനെ ചാടിക്കടക്കാൻ, അതിനെ നേരിടാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായും അങ്ങേക്ക് സ്തോത്രം. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.